കൊച്ചിയിൽ വൻ ലഹരിവേട്ടയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി എക്സൈസിന്റെ വ്യാപക അന്വേഷണമാണ്. കളമശ്ശേരി സ്വദേശി മുഹമ്മദ് സാദിഖാണ് കടന്നുകളഞ്ഞത്. കേസിൽ 110 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 3 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് എക്സൈസിന്റെ വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടന്നത്. ഇടപ്പള്ളി, ചേരാനെല്ലൂർ ഭാഗങ്ങളിലായിരുന്നു പരിശോധന. അപ്പോൾ എക്സൈസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ചേരാനെല്ലൂരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വലിയ തോതിൽ ലഹരി സംഭരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ആ വിവരം. അതോടൊപ്പം 4 പേർ അവിടെയുണ്ട്, യുവതിയടക്കം എന്ന കാര്യവും എക്സൈസിന് മുന്നിലേക്ക് വന്നു. അങ്ങനെയാണ് എക്സൈസ് സംഘം അവിടേക്ക് എത്തുന്നത്. അവിടെ നിന്ന് 110 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടി. 3 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. അതിൽ 1-ാം പ്രതിയായിട്ടുള്ളത് ലാറി ജോൺ, തൃശൂർ സ്വദേശിയാണ്. കൂടാതെ 2-ാം പ്രതി തൃശൂർ സ്വദേശിനിയായിട്ടുള്ള ഐവിൻ, 3-ാം പ്രതി നിഖിൽ എന്നിവരാണ് പിടിയിലായത്. ഒരാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കളമശ്ശേരി സ്വദേശി മുഹമ്മദ് സാദിഖാണ് ഓടി രക്ഷപ്പെട്ടത്. ഇയാളെ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പരിശോധന ഇപ്പോൾ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഈ കേസിലേക്ക് 4-ാം പ്രതിയാക്കി എക്സൈസ് സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി, അതോടൊപ്പം തന്നെ തൃശൂർ, ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ വിവിധ സ്ക്വാഡുകൾ ഇയാൾക്കായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ മുൻപും NDPS കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നു. ഏകദേശം 100 ഗ്രാമിനടുത്ത് വരുന്ന MDMA പിടികൂടിയ കേസിൽ നേരത്തെ ഡാൻസ് ഓഫ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം പിന്നീട് റിമാൻഡിൽ പോവുകയും തുടർന്ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു ലഹരി കേസിൽ, അതായത് ഈ കേസിൽ ഇപ്പോൾ ഇയാൾ പെട്ടിരിക്കുന്നത് എന്നതാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ കേസിൽ ഇയാൾക്ക് നിർണായക റോളുണ്ട് എന്നതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ലാറി, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുഹമ്മദ് സാദിഖ്, ഇവർ രണ്ടുപേരും ചേർന്നാണ് പലപ്പോഴും പ്രധാനമായും ബംഗളൂരുവിലെത്തി ഈ ലഹരി എടുക്കുന്നത് എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന സോഴ്സിനെ, ബംഗളൂരുവിലെ സോഴ്സിനെ പ്രധാനമായിട്ടും അറിയുന്ന ആളാണ് സാദിഖ്. അതുകൊണ്ട് തന്നെ ഈ സാദിഖിനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന കാര്യമാണ് എക്സൈസ് സംഘം അറിയിക്കുന്നത്. എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് ഇവർ ഏകദേശം 3 കിലോഗ്രാം MDMA ആണ് ബംഗളൂരുവിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ പറയുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം കുറെ വിൽപ്പന നടത്തി. ബാക്കി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 800 ഗ്രാം വരുന്ന MDMA ഈ എക്സൈസ് റെയ്ഡിനിടെ എക്സൈസിനെ ഭയന്ന് ഇവർ പുറത്തേക്ക് എറിഞ്ഞ് നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ ശുചിമുറിയിലിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ള 110 ഗ്രാമാണ് കണ്ടെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ മുഹമ്മദ് സാദിഖ് അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ ഇയാളുടെ കൈവശവും കുറച്ച് ലഹരി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇയാളുടെ ഫോണും ഇയാൾ എറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ വിപുലമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടന്നു വരികയാണ്. ഈ 1-ാം പ്രതി എന്ന് പറയുന്ന ലാറി IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. 2-ാം പ്രതി തൃശൂർ സ്വദേശിനിയായിട്ടുള്ള ഐവിൻ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി ചെയ്യുന്നു എന്ന വിവരമാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്നത്. 3-ാം പ്രതി നിഖിൽ ഡൽഹി എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു എന്നതാണ് വിവരം. മുഹമ്മദ് സാദിഖിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതാനും ഇവർ ഈ ലഹരിയിൽ വിൽപ്പനയിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. ലാറിയും ഐവിനും തമ്മിൽ പരിചയപ്പെടുന്നത് എയർപോർട്ടിൽ വെച്ചാണ്. ഈ ലാറിയും അതോടൊപ്പം തന്നെ മുഹമ്മദ് സാദിഖും തമ്മിൽ നേരത്തെ പരിചയമുണ്ട് താനും. അങ്ങനെ മറ്റുള്ളവരൊക്കെ തന്നെയായി ഇൻസ്റ്റാഗ്രാം വഴി കൂടുതൽ ബന്ധപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള വിൽപ്പനയിലേക്കും മറ്റുമൊക്കെ നീങ്ങി. ഈ ഐവിനാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ തന്നെ പ്രധാനമായും നടത്തിയിരുന്നത്. പ്രധാനമായും ക്യാഷായിട്ടാണ് ഇവർ വാങ്ങിയിരുന്നത്. പണം ഈ അക്കൗണ്ട് വഴിയല്ലായിരുന്നു. അങ്ങനെ വാങ്ങിയ പണം ഏകദേശം 1,85,000-ഓളം രൂപ എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി വിൽപ്പനയിലൂടെ കിട്ടിയതാണ്. മാത്രമല്ല, ഈ ലഹരി കൊണ്ടുവരാൻ പോകുന്ന വാഹനവും ഈ എക്സൈസ് സംഘം സീസ് ചെയ്തിട്ടുണ്ട്. ഇവർ ആർക്കൊക്കെയാണ് ലഹരി വിൽപ്പന നടത്തിയിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ടാകും. എന്തായാലും കേസിൽ ഈ മുഹമ്മദ് സാദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന വിവരമാണ് എക്സൈസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. യെസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.